അപ്പൊ നമുക്ക് ബയോളജിയിലത്തെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പാഠത്തിലത്തെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ എന്താണ് ഈ എക്സ്ക്രീഷൻ? ഇപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്താണ്? നമ്മൾ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു. അത് ഇതിലൂടെയാ? ലങ്സിലൂടെയല്ലേ റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഇപ്പൊ റെസ്പിറേഷൻ നടന്നപ്പോ എന്തുണ്ടായി? കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ലങ്സ് എടുത്ത് കളഞ്ഞു അല്ലെ? പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള വയർപ്പ് എങ്ങനെയാണ്? അതൊരു വെള്ളമാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള വെള്ളം, അധികമായിട്ടുള്ള വെള്ളം ഇത് റിലീസ് ചെയ്യും സ്കിന്നിൽ നിന്ന്. അപ്പൊ എന്തൊരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവയെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിനെ എക്സ്ക്രീഷൻ ചെയ്യുമെന്ന് പറയാം. മനസ്സിലാകുന്നോ? ഇപ്പൊ ബാലൻസ് തെറ്റിച്ച നമ്മുടെ ശരീരം അതിനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് അധികം വരുന്ന എന്ത് സാധനത്തിനെയും നമ്മുടെ ശരീരം പുറന്തള്ളും, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നടത്തിപ്പിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ക്രീഷൻ എന്ന്. മനസ്സിലാകുന്നോ? ഇവിടെ നോക്കി, വൈ ഡു വി നീഡ് എ ക്ലീനപ്പ് ക്രിയ? അപ്പൊ എന്തിനാണ് ഇങ്ങനെ ക്ലീനപ്പ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തിനാണ് ക്ലീനപ്പ് ചെയ്യുന്നത്? അവർ ബോഡി പെർഫോംസ് മില്യൺസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കോൾഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ടു ഗെറ്റ് എനർജി അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റബോളിസത്തിനെ കുറിച്ച്. എന്താണ് മെറ്റബോളിസം? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എനർജി ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു? These activities produce useful things but also create byproducts, some of which can be harmful if they build up. അല്ലേ? അപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനം, നമുക്ക് എനർജി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് മെറ്റബോളിസം നടക്കുമ്പോൾ എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എനർജി മാത്രമല്ല ഉണ്ടാവുന്നത്, വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ട്. ആ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് തന്നെ ആപത്താകും. അതുകൊണ്ട് എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദീസ് ഹാർംഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് ടു കീപ് ദ ബോഡി ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ ആരോഗ്യവും ബാലൻസ് ആക്കി വെക്കാനായിട്ട് ഈ ഉണ്ടാകുന്ന ഹാർംഫുൾ വേസ്റ്റ് മെറ്റീരിയൽസിനെ എടുത്തിട്ട് കളയും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പോ ആദ്യം ഉണ്ടാവുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എവിടെ നിന്ന് ഉണ്ടാവുന്നു? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുന്നു ആണല്ലോ. ഈ പ്രോട്ടീനെ പിന്നീട് എന്താക്കി മാറ്റി അല്ലെ? ഈ പ്രോട്ടീനിൽ നിന്ന് അമിനോ ആസിഡ് ആക്കി മാറ്റി. ഈ പ്രോട്ടീനിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായി? അമിനോ ആസിഡ് ആക്കി മാറ്റി. ഈ അമിനോ ആസിഡ് പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായി? അമോണിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ അമോണിയ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരത്തിന് ഭയങ്കര ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. വളരെയധികം ഹാനികരമായിട്ടുള്ള വസ്തുവാണ് ഈ അമോണിയ. ഇവിടെ നോക്കുക, whenever body breaks down proteins for energy, പ്രോട്ടീൻസിനെ നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമോണിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകും. അതെന്ന് പറയുന്നത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹാനികരമാണ്. So ammonia is too dangerous to keep around, so our body must convert into
സംതിങ് സേഫർ. ഇപ്പൊ ഈ അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കുറെ നേരം വെച്ചിരിക്കാൻ പറ്റില്ലേ? നമ്മുടെ ശരീരത്തിന് അതിനെ പെട്ടെന്ന് മാറ്റണം, പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു വസ്തുവാക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്തു? ഇതെവിടെ ഈ യൂറിയനെ ലിവറിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ലിവറിൽ വെച്ചിട്ട് നേരത്തെ ഉണ്ടായത് എന്താണ്? അമോണിയ. അമോണിയല്ലേ ഉണ്ടായത്. ഈ അമോണിയനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ലിവറിലോട്ട് കൊണ്ടുപോകും. ലിവറിൽ വെച്ചിട്ട് എന്താക്കി മാറ്റും? യൂറിയയാക്കി മാറ്റും. The process of converting toxic ammonia into less toxic urea happens in the liver. അപ്പൊ ലിവറിൽ വെച്ചിട്ട് ഈ അമോണിയനെ എന്താക്കി മാറ്റും? യൂറിയ ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ലിവറിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. യൂറിയ ആക്കി മാറ്റുമ്പോൾ യൂറിയ എന്ന് പറയുന്നത് ലെസ് ടോക്സിക് ആണ്, അമോണിയേക്കാളും ചെറിയ തോതിൽ ടോക്സിക് ആണ്. അമോണിയേക്കാൾ എന്താണ് ടോക്സിക് കുറവാണ്, പക്ഷെ ടോക്സിക് ഇല്ല എന്നല്ല, ടോക്സിക് ഉണ്ട്. ഈ യൂറിയനെ എന്തായാലും കളയണമല്ലോ. അപ്പൊ യൂറിയനെ കളയാനായിട്ട് കിഡ്നി വഴി, യൂറിൻ വഴി പാസ് ചെയ്ത് യൂറിയനെ കളയും. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്കില് ചിത്രത്തിൽ തന്നിരിക്കുന്നത് നോക്കി. ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്? സെല്ലിൽ നിന്ന് പ്രോട്ടീനിനെ വലിച്ചെടുത്തു. ഈ പ്രോട്ടീനിനെ പിന്നീട് എന്താക്കി? അമോണിയ ആക്കി മാറ്റി. എന്നിട്ട് ലിവറിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? അമോണിയന്റെ കൂടെ കാർബൺ ഡയോക്സൈഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ശ്വാസം വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ് വിടുക. മുഴുവൻ കാർബൺ ഡയോക്സൈഡ് നമ്മൾ കളയുന്നില്ല. കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഈ അമോണിയന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അമോണിയയുടെ കൂടെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ചേർന്നിട്ട് ഒരു എൻസൈം, ലിവറിലുള്ള ഒരു എൻസൈം എന്ത് ചെയ്യും? അമോണിയ, കാർബൺ ഡയോക്സൈഡ്, വാട്ടറിനെ, ഈ മൂന്നെണ്ണത്തിനെയും ഒരു എൻസൈം എന്താക്കി മാറ്റും? യൂറിയയാക്കി മാറ്റും. അങ്ങനെയാണ് ഈ അമോണിയ യൂറിയയായി മാറുന്നത്. എന്നിട്ട് ഈ യൂറിയ ഇങ്ങോട്ട് പോകും, കിഡ്നിയിലോട്ട് പോകും. ബ്ലഡ് വഴി കിഡ്നിയിലോട്ട് പോയിട്ട് ഇവിടുന്ന് ഈ യൂറിയനെ കിഡ്നിയിലേക്ക് കൊണ്ടുപോകും. കിഡ്നിയിൽ നിന്ന് യൂറിനായിട്ട് നമ്മൾ പാസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമോണിയയെ കളയുന്നത്. മനസ്സിലാവോ? ഇപ്പൊ ആദ്യം എന്തുണ്ടാവുന്നു? അമോണിയ ഉണ്ടാകുന്നു. പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമോണിയ ഉണ്ടാകുന്നു. ആ അമോണിയ, ദ ഓർഗൻ വെർ ദ യൂറിയ സിന്തസൈസ്ഡ്. യൂറിയ ഉണ്ടാകുന്നത് എവിടെയാണ്? ലിവറിൽ വെച്ചിട്ടാണ്. ഓക്കെ, സിന്തസിസ് ഓഫ് യൂറിയ. ഈ യൂറിയനെ പിന്നീട്, യൂറിയ ലെസ് ടോക്സിക് ആണുള്ളത്, ടോക്സിക് ആണ് അപ്പോഴും, അല്ലെ? ലെസ് ടോക്സിക് ആണുള്ളൂ. ആ യൂറിയനെ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കിഡ്നിയിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് യൂറിയ വഴി കിഡ്നിയിലൂടെ യൂറിയനെ യൂറിനാക്കി മാറ്റി കളയും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെ നോക്കുക. ഇവിടെ എന്താണ്? കിഡ്നി എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ്സ് വാട്ടർ ആൻഡ് സാൾട്സ് ത്രൂ യൂറിൻ, അല്ലെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ യൂറിൻ വഴി എന്ത് ചെയ്യണു? വെള്ളത്തിനെയും സാൾട്ടിനെയും കിഡ്നിയിലൂടെ കളയുന്നു. പേജ് നമ്പർ 65 ഇത് എഴുതണം. ഓക്കെ, ഇനി ലിവറിൽ എന്താ സംഭവിക്കുന്നത്? സിന്തസിസ് യൂറിയനെ സിന്തസൈസ് ചെയ്യുന്നു, അല്ലെ? ഈ അമോണിയൻ എന്താക്കി മാറ്റി? യൂറിയ ആയിട്ട് മാറ്റുന്നില്ലേ? അപ്പൊ ലിവറിൽ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? യൂറിയ ആക്കി മാറ്റുന്നത്. ഇനി സ്കിന്നിൽ എന്താ സംഭവിക്കുക? വിച്ച് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി? ഏതൊക്കെയാണ്? കിഡ്നി, ലിവർ, സ്കിന്ന്, ലങ്സ്. ഈ 4 എണ്ണമാണ് എന്ത്? എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി കിഡ്നി പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ വിച്ച് കണ്ടെയ്ൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് യൂറിയ. കിഡ്നിയില് എന്താണ്? എക്സ്ക്രീഷന് വലിയൊരു ഭാഗം തന്നെ കിഡ്നി വഹിക്കുന്നുണ്ട്. അപ്പൊ യൂറിൻ വഴി എന്ത് ചെയ്യുന്നു? യൂറിയനെ കളയുന്നു. അപ്പൊ സ്കിന്നിലൂടെ എന്തിനെ കളയാം? സ്കിന്നിലൂടെ വയർപ്പായിട്ട് പോകുന്നു, അല്ലെ? സ്കിന്നിൽ എന്താണ് കളയുക? വാട്ടർ മാത്രമാണ്. നമ്മുടെ വയർപ്പിന് ഒരു ഉപ്പ് രസമാണ്. അപ്പോൾ സാൾട്ടും
ഈ സ്കിന്ന് വഴി കളയുന്നു, വാട്ടറും സാൾട്ടും. ഈ ലങ്സ് വഴി എന്താ കളയുക? ലങ്സ് വഴി നമ്മളുടെ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് കളയുന്നില്ലേ? അപ്പോൾ കാർബൺ ഡയോക്സൈഡ് കളയുന്നു. ഈ ഒരു സെക്ഷൻ എന്താണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇത് എഴുതി വെക്കുക. ഇത് എഴുതാട്ടോ, 65-ാം പേജിലത്തെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? കിഡ്നി, ലിവർ, സ്കിന്ന്, ലങ്സ്. പിന്നെ എന്തൊക്കെയാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഓർത്തേക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ചിത്രത്തിൽ കണ്ടോ, ഈ രണ്ട് സാധനങ്ങൾ എന്താ? രണ്ട് പയർ കഷ്ണം പോലെയുള്ളത്. ഇതാണ് എന്ത്? കിഡ്നി എന്ന് പറയുന്നത്. ഇതാണ് കിഡ്നി. ഇനി കിഡ്നിയിലാണല്ലോ യൂറിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്, അല്ലേ? കിഡ്നിയിൽ എന്തുണ്ടാക്കുന്നു? യൂറിയ. സോറി, കിഡ്നിയിലല്ല യൂറിയ, ലിവറിൽ യൂറിയ ഉണ്ടാക്കിയിട്ട് കിഡ്നിയിലോട്ട് വരും. എന്നിട്ട് കിഡ്നിയിൽ ആ യൂറിയനെ യൂറിനാക്കി മാറ്റും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ കിഡ്നി യൂറിനാക്കി മാറ്റും യൂറിയനെ. അപ്പൊ ഈ രണ്ട് പയർ കഷ്ണം പോലുള്ള സാധനമാണ് ഇത് കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഈ സാധനമില്ലേ, കിഡ്നിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ രണ്ട് വയറുകൾ, ഇതെന്താ സംഭവം? ഇതിന്റെ പേരെന്താണ്? യൂറീറ്റർ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? യൂറീറ്റർ. ഓക്കെ. ഇനി ആ യൂറിൻ ഇതിലൂടെ വന്ന് ഇത് എന്താണ് സംഭവം? യൂറിനറി ബ്ലേഡർ അല്ലെങ്കിൽ മൂത്രാശയം എന്ന് പറയും. മൂത്രം ഒഴിക്കാൻ വരുമ്പോൾ എന്താണ്? ഇവിടെയാണ് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് യൂറിനറി ബ്ലേഡറിലാണ് ഇത് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അവസാനം യൂറിനായിട്ട് ഇതിലൂടെ പാസ് ചെയ്യും ഈ ഒരു സംഭവം. ഇതിന്റെ പേരെന്താ? യുറിത്ര. ഇപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? കിഡ്നി രണ്ടെണ്ണം, യുറിറ്റർ, ഓരോ കിഡ്നിയിലും കണക്ട് ചെയ്തിരിക്കുന്ന ഈ വയറ് യുറിറ്റർ. ഈ യുറിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? യൂറിനറി ബ്ലേഡർ, മൂത്രാശയത്തില്. ഈ യൂറിനറി ബ്ലേഡർ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പോവാ, യുറിത്ര വഴി പുറത്തേക്ക് പാസ് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ കിഡ്നിയിൽ നോക്കി, ഇവിടെ ചുവപ്പുണ്ട്, നീലയുണ്ട്. ഈ ചുവപ്പ് വര എന്താണ്? കൊണ്ട് കിഡ്നിയിലോട്ട് വരുന്നില്ലേ? ഇതിനെന്താ പറയാ? റീനൽ ആർട്ടറി എന്നാണ് പറയാ. എന്താ പറയാ? റീനൽ ആർട്ടറി എന്ന് പറയാം. ഇതെന്താ ചെയ്യാ? റീനൽ ആർട്ടറി വഴിയാണ് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തുന്നത്. റീനൽ ആർട്ടറി വഴി ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തുന്നു. ഇനി ഈ നീല നിറത്തിലുള്ള വെയിൻ എന്തിനാണ്? ഇതിന്റെ പേരെന്താണ്? റീനൽ വെയിൻ എന്നാണ് ഇതിന്റെ പേര്. ചുവന്ന നിറത്തിന്റെ പേര് റീനൽ ആർട്ടറി എന്നും നീല നിറത്തുള്ളത് റീനൽ വെയിൻ. റീനൽ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നിയിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് റീനൽ വഴിയാണ്. ഇവിടെ നോക്കുക, കിഡ്നി ഫിൽറ്റേഴ്സ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. കിഡ്നി എന്ത് ചെയ്യും? ബ്ലഡിലുള്ള വേസ്റ്റ് ഫിൽറ്റർ ചെയ്യും. റീനൽ ആർട്ടറി ആണ് എന്ത് ചെയ്യണത്? ബ്ലഡ് കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ബ്ലഡ് കിഡ്നിയിലേക്ക് റീനൽ ആർട്ടറി വഴി കൊണ്ടുവന്നിട്ട് കിഡ്നി എന്ത് ചെയ്യും? ഈ ബ്ലഡിൽ നിന്നും വേസ്റ്റ് ഫിൽട്ടർ ചെയ്യും. ഈ റീനൽ വെയിൻ ആണ് എന്ത്? ക്ലീൻ ആയ ബ്ലഡ് കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് എന്ത്? റീനൽ വെയിൻ, നീല നിറത്തിലുള്ള അത്. ഇനി യൂറിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി ടു ദ ബ്ലേഡർ. അപ്പോ കിഡ്നിയിൽ നിന്ന്, ഇവിടെ കണ്ടില്ലേ, കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലേഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് എന്ത്? യൂറിറ്റർ എന്ന് പറയുന്നത്. യൂറിനറി ബ്ലേഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർസ് യൂറിനെ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണ് യൂറിനറി ബ്ലേഡർ. മനസ്സിലാവല്ലോ? ഇപ്പൊ ഒരു ചോദ്യം, ഇൻ റെസ്പിറേഷൻ കാർബൺ ഡയോക്സൈഡ് ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ്, അല്ലേ? നമ്മള് നേരത്തെ ഓക്സിജൻ വലിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് വേസ്റ്റ് ആയിട്ട് പോകും റെസ്പിറേഷനിൽ. പക്ഷേ
യൂറിയ സിന്തസിസില് ലിവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു അല്ലെ? അമോണിയന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ചിട്ടാണ് യൂറിയാക്കി മാറ്റുന്നത്. അപ്പോൾ ലിവർ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഉപയോഗിക്കുന്നു, റെസ്പിറേഷനിൽ വേസ്റ്റ് ആയിട്ട് വന്ന കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ അടിഞ്ഞു കൂടിയാൽ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നോക്കിയാലോ ആൻസർ എന്താണ്? ഇപ്പൊ എന്താണ് ആൻസർ? ദ ബ്ലഡ് ക്യാൻ ബിക്കം ടു അസിഡിക്. ഇപ്പൊ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡ് അസിഡിക് ആയിട്ട് മാറും. വിച്ച് ഡിസ്റപ്റ്റ്സ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ, നമ്മുടെ ശരീരത്തിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. ആൻഡ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ദ ഫങ്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് സെൽസ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള എൻസൈംസിന്റെ സെൽസ് അതിലെല്ലാം അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തടസ്സപ്പെടുത്താൻ സാധ്യത വരും, നമ്മുടെ ബ്ലഡ് അസിഡിക് ആയിട്ട് മാറും. അപ്പൊ അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞു ചേർന്നാൽ അത് കൃത്യമായിട്ട് പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ അതാണ് സംഭവിക്കുന്നത്, നമ്മുടെ ബ്ലഡ് അസിഡിക് ആയിട്ട് മാറും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഫിൽട്ടർ ആണ് അല്ലെ? യൂറിയനെ കളയാനായിട്ട് സഹായിക്കും കിഡ്നി. യൂറിയ ഉണ്ടാവുന്നത് ലിവറിലാണ്. ആ ഉണ്ടാവുന്ന യൂറിയ ലെസ് ടോക്സിക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ യൂറിയനെ കിഡ്നി വഴി റിമൂവ് ചെയ്യും. എക്സസ് സാൾട്ട്, പിന്നെ കൂടുതൽ വരുന്ന സാൾട്ടുകള്, വെള്ളം, ഇതെല്ലാം ബ്ലഡിൽ നിന്ന് കളയും. ഓക്കെ. ഇനി ലങ്സ് എന്താ ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡിനെ കളയും അല്ലെ? ഗ്യാഷ്യസ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ശ്വാസം എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യും. ഇനി സ്കിൻ എന്താണ്? സ്വെറ്റ് ഔട്ട് എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട്സ്. വേർത്തിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിനെയും സാൾട്ടിനെയും കളയും. നേരത്തെ പറഞ്ഞതാണ് ഹെൽപ്പിംഗ്. എന്തിനാണ് ഇങ്ങനെ കളയുന്നത്? നമ്മുടെ ശരീരം ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ്? വേസ്റ്റ് പുറന്തള്ളുവാനായിട്ട്. കൂടുതൽ വെള്ളം ആ വേസ്റ്റ് പുറന്തള്ളുവാനായിട്ട്. പിന്നെ ലിവർ എന്തിനാണ്? ദ ഡീടോക്സ് സെന്റർ അല്ലെ? സിന്തസൈസ് യൂറിയ ആൻഡ് പ്രോസസ്സസ് മെനി അതർ ടോക്സിൻസ് ഫ്രം ദ ബ്ലഡ്. അപ്പൊ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും? യൂറിയ ഉണ്ടാക്കും. പിന്നെ കുറെ സാധനങ്ങള്, ടോക്സിൻസ്, അതിനെയെല്ലാം കളയാനായിട്ട് പലതാക്കി മാറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസിന്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് ലിവർ സഹായിക്കുന്നു. മനസ്സിലാകുന്നു? ഇപ്പൊ എക്സ്ക്രീഷനിൽ പ്രധാനമായിട്ടും ഈ നാല് ഓർഗൻസിനെ ഓർത്ത് വെക്കുക. കിഡ്നി, ലങ്സ്, സ്കിന്ന്, ലിവർ. ഈ നാലെണ്ണം ഓർത്ത് വെക്കുക. ഇനി കിഡ്നീന്റെ ഉള്ളിൽ നോക്കിയാൽ എന്താ സംഭവിക്കുക? ഇൻസൈഡ് ദ കിഡ്നി ദ നെഫ്രോൺ. ഓക്കെ. The real work is done by millions of tiny filters inside each kidney called nephrons. അപ്പൊ നമ്മൾ പറഞ്ഞു കിഡ്നിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഹാർട്ടിൽ വരുന്ന ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നിയിലാന്ന് പറഞ്ഞു. പക്ഷെ എക്സാക്ട്ലി കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? കിഡ്നീന്റെ ഉള്ളില് ദശലക്ഷത്തോളം എന്താണ്? കുറെ ചെറിയ ചെറിയ ഫിൽറ്റേഴ്സ് ഉണ്ട് രണ്ട് കിഡ്നീന്റെ ഉള്ളില്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെഫ്രോൺസ് എന്ന് വിളിക്കുക. അപ്പോ ഈച്ച് കിഡ്നി ഹാസ് ഓവർ എ മില്യൺ. മില്യൺ കണക്കിനോളം നെഫ്രോൺസ് ഓരോ കിഡ്നിയിലും ഉണ്ട്. അപ്പോ ആ നെഫ്രോണിലത്തെ ഒരു ഭാഗമാണത് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഈ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കപ്പ് ദാറ്റ് കളക്ട്സ് ഫിൽറ്റേർഡ് ഫ്ലൂയിഡ്. ബോമാൻസ് ക്യാപ്സ്യൂൾ ഇവിടെ റൈറ്റിൽ കണ്ടില്ലേ? ഒരു കപ്പ് പോലെ. ഇതെന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. ഇനി ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോൾ ഓഫ് കാപ്പിലറീസ് വേർ ഫിൽറ്ററിംഗ് ഹാപ്പൻസ്. ഫിൽറ്ററിംഗ് നടക്കുന്നത് ഗ്ലോമറുലസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. എങ്ങനെയാണ്? കാപ്പിലറീസ് എല്ലാം ഉരുണ്ട പന്ത് പോലെ ആക്കിയിട്ട്, നൂലിങ്ങനെ ചുറ്റി ചുറ്റി പന്ത് പോലെ ആക്കിയിട്ട്, അതേപോലെയാണ് ഗ്ലോമറുലസിന്റെ ഇത്. ഇവിടെ കണ്ടോ? ചുവപ്പും നീലയായിട്ട് ഗ്ലോമറുലസ് എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ. ഈ ഒരു സംഭവം, ഒരു കാപ്പിലറീസ് എല്ലാം കൂടി ഒരു ബോൾ രൂപത്തില്
വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഫിൽട്ടറിങ് നടക്കും. ഇനി നിങ്ങൾക്ക് കാണാലോ റീനൽ ട്യൂബ്യൂള്. ഇവിടെ മൗസ് പോയിന്റിന്റെ അവിടെ നോക്കും. റീനൽ ട്യൂബ്യൂള് ഒരു മഞ്ഞ നിറത്തില്. അതെന്താണ്? ഒരു വലിയ ട്യൂബാണ് അല്ലെ? കണ്ടാൽ തന്നെ അറിയാം വലിയ ട്യൂബാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല സാധനങ്ങളെ റീഅബ്സോർബ് ചെയ്യാനായിട്ട്, ബ്ലഡിലുള്ള നല്ല സാധനങ്ങളെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീനൽ ട്യൂബ്യൂൾ ഉള്ളത്. ഇനി കളക്ടിങ് ഡക്റ്റ് ഇവിടെ അവസാനം കാണാം അല്ലെ? കളക്ടിങ് ഡക്റ്റ്. ഈ കളക്ടിങ് ഡക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? യൂറിനെ ഫൈനലായിട്ട് കളക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നു? ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ റീനൽ ആർട്ടറി വഴിയല്ലേ എന്ത് ചെയ്യാം? കിഡ്നിയിലോട്ട് ബ്ലഡ് വരിക. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? എഫറന്റ് വെസൽ എന്ന് പറയുന്ന ഒരു ഭാഗം. എഫറന്റ് വെസൽ റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച്. അപ്പൊ എൻ്റർ ചെയ്യണത് എഫറന്റ് വെസൽ വഴി, എക്സിറ്റ് ആവുന്നതോ ഇഫറന്റ് വെസൽ വഴി. ഇവിടെ AFFERENT, ഇവിടെ ഇ ആണ് ആദ്യം വരുന്നത്. ഇത് എഫറന്റ് വെസലും എക്സിറ്റ് ആയി പോകുന്നത് എന്താണ്? ഇഫറന്റ് വെസലും. അപ്പോ എൻ്റർ ചെയ്യുന്നത് എന്താണ്? എഫറന്റ് വെസൽ വഴി, എക്സിറ്റ് ചെയ്യുന്നത് ഇഫറന്റ് വെസൽ വഴി. മനസ്സിലാവോ? ഇങ്ങനെ ആലോചിക്കുക. ഇത് ഓർത്ത് വെക്കാനായിട്ട്. എഫറന്റ് വെസൽ അറൈവ് ചെയ്യല്ലേ ചെയ്യണത്? അറൈവിലത്തെ എ ഇവിടെ വരും, എഫറന്റ് വെസൽ. പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എക്സിറ്റ് ആവില്ല ചെയ്യുന്നത്. എക്സിറ്റിലത്തെ ഇഫറന്റ് വെസൽ. ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്താണ്? എഫറന്റ് വെസൽ വഴി വന്നു, ഇഫറന്റ് വെസൽ വഴി പോയി. പിന്നെ ഇവിടെ ഒരു കാണാൻ പറ്റില്ല ഇങ്ങനെ ഉരുണ്ട പോലെ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണത്? ഗ്ലോമറുലസ് അല്ലേ? ഈ ഉരുണ്ട സംഭവമാണ് ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉരുണ്ട സംഭവം ഇതാണ് എന്ത്? ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസിനെ ഒരു കപ്പ് വഴി ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്റെ പേരെന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂൾ. മനസ്സിലാവുന്നുണ്ടോ? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബോമാൻസ് ക്യാപ്സ്യൂൾ വഴി ഇങ്ങനെ പോയി പിന്നെ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുന്നു. ഇതിന്റെ പേരെന്താണ്? കളക്ടിങ് ഡക്റ്റ്. ഇവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? യൂറിനെ ശേഖരിച്ച് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു യൂറിൻ കളക്ട് ചെയ്യുന്ന കളക്ടിങ് ഡക്റ്റിനെയും പിന്നെ ഇവിടെ എന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂളിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു വയറില്ലേ, ഇതിനെന്താ പറയാ? റീനൽ ട്യൂബ്യൂൾ എന്നാണ് പറയാ. അപ്പൊ യൂറിനെ കളക്ട് ചെയ്യുന്ന കളക്ടിങ് ഡക്റ്റിനെയും ബോമാൻസ് ക്യാപ്സ്യൂളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നീണ്ട വയറിന് എന്താണ്? റീനൽ ട്യൂബ്യൂൾ എന്നാണ് വിളിക്കുക. ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അല്ലേ? ഈ ടേബിളിൽ എന്താണ്? ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി. കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി വഴിയാണ് കിഡ്നിയിലേക്ക് ബ്ലഡ് വരുന്നത്. ഇനി ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാണ്? ഇതൊപ്പം എഴുതുക. റീനൽ വെയിൻ. റീനൽ വെയിനിലൂടെയാണ് കിഡ്നിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്. ഒപ്പം എഴുതാട്ടോ. ഇനി അൾട്രാ ഫിൽറ്റേഴ്സ് പ്രസന്റ് ഇൻ ദ കിഡ്നി. ഇപ്പൊ തന്നെ പറഞ്ഞു, കിഡ്നിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കിഡ്നി നമ്മൾക്ക് പുറമേ കാണുന്നതാ. അതിൻ്റെ ഉള്ളിൽ കുറെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. ആ ഫിൽറ്റേഴ്സ് ആണ് ശരിക്കും ഫിൽറ്റർ ചെയ്യുന്നത്. അൾട്രാ ഫിൽറ്റേഴ്സ്. അതേതാണ് അതിന്റെ പേര്? നെഫ്രോൺ. നെഫ്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? കിഡ്നിയുടെ അൾട്രാ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് വൺ ഓഫ് ദ നെഫ്രോൺ. നെഫ്രോണിന്റെ ഒരു ഭാഗത്ത് കപ്പ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ എന്താണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോമാൻസ് ക്യാപ്സ്യൂൾ. എന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതെഴുതാട്ടോ. ഇനി ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ. ഇനി നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ദ ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു കപ്പ. ആ കപ്പിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കാപ്പിലറീസ് ഉണ്ട് ഇല്ലേ? മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസ്. അതിന്റെ പേരെന്താണ്?
ഗ്ലോമറുലസ്. ഇനി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കാപ്പിലറി നെറ്റ്വർക്ക്. ബ്ലഡ് വെസൽ അതെന്താണ്? ബ്ലഡിനെ കാപ്പിലറി നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? എഫറന്റ് വെസൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എഫറന്റ് വെസൽ. കിഡ്നിയിലേക്ക് വരുന്ന ആർട്ടറിയാണ് എന്ത്? റീനൽ ആർട്ടറി. ബ്ലഡ് കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിന്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്? എഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡിലേക്ക് അറൈവ് ചെയ്യുന്നു, അപ്പോൾ എഫറന്റ് വെസൽ. ഇനി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ കാപ്പിലറി നെറ്റ്വർക്ക്. കാപ്പിലറി നെറ്റ്വർക്കിൽ നിന്നും ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഇഫറന്റ് വെസൽ അല്ലേ? എക്സിറ്റ് ആവില്ല ചെയ്യുന്നേ, ഇഫറന്റ് വെസൽ. ഇനി ദ ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ കളക്ടിംഗ് ഡക്ട്. ബോമാൻസ് ക്യാപ്സ്യൂളിനെയും കളക്ടിംഗ് ഡക്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു വലിയ വയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതേ ബോമാൻസ് ക്യാപ്സ്യൂൾ ഇതാണ്, ബോമാൻസ് ക്യാപ്സ്യൂൾ ഇത്, അതും ഈ കളക്ടിംഗ് ഡക്ട് ഇവിടെയാണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ വലിയ വയറിന്റെ പേരെന്താ? റീനൽ ട്യൂബ്യൂൾ. മനസ്സിലാകുന്നു? എന്താണ് റീനൽ ട്യൂബ്യൂൾ എന്ന് എഴുതുക. പിന്നെ എന്താണ്? ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾസ് എൻറ്റർ കളക്ട്സ് യൂറിൻ ആൻഡ് ക്യാരീസ് ഇറ്റ് ടു പെൽവിസ്. റീനൽ ട്യൂബ്യൂള് എൻറ്റർ ചെയ്യുന്നു, കളക്ട്സ് യൂറിൻ ആൻഡ് ക്യാരീസ് ഇറ്റ് ടു ദ പെൽവിസ് അല്ലെ? യൂറിൻ എവിടെ കളക്ട് ചെയ്യുന്നത്? കളക്ടിംഗ് ഡക്റ്റിൽ. കളക്ടിംഗ് ഡക്ട്. ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ യൂറിറ്റർ. യൂറിറ്ററിന്റെ ആദ്യത്തെ ഭാഗം എന്താണ്? പെൽവിസ്. പെൽവിസ് ആണ് യൂറിറ്ററിന്റെ ആദ്യത്തെ ഭാഗം. പെൽവിസിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചാണ് എന്ത് വരുന്നത്? ഇതാണ് ഈ പച്ച നിറത്തില് യൂറിൻ. ഇവിടെ നിന്നാണ് പെൽവിസ്, ഇവിടെ നിന്നാണ് യൂറിന്റെ തുടക്കം. കിഡ്നിയുടെ നടുഭാഗത്തിൽ ഈ പച്ച നിറമില്ലേ, അതാണ് പെൽവിസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് യൂറിന്റെ യാത്ര തുടങ്ങുന്നത്. അപ്പൊ അതാണ് എന്ത്? പെൽവിസ് എന്ന് പറയുന്നത്. ഇനി പാർട്ട് ദാറ്റ് ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലേഡർ. യൂറിനറി ബ്ലേഡറിലോട്ട് എത്തിക്കുന്നത് ഏത് വഴിയാണ്? യൂറിറ്റർ വഴി അല്ലെ? യൂറിറ്റർ വഴിയല്ലേ കിഡ്നിയിൽ നിന്നും യൂറിനറി ബ്ലേഡറിലേക്ക് എത്തിക്കേണ്ടത്. യൂറിറ്റർ, ഈ ഒരു വയർ കിഡ്നിയിൽ നിന്നും യൂറിനറി ബ്ലേഡറിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു ബോക്സ് ഫിൽ ചെയ്ത് കഴിഞ്ഞോ? റീനൽ ആർട്ടറി, റീനൽ വെയിന്, നെഫ്രോൺ, ബോമാൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമറുലസ്, എഫറന്റ് വെസൽ, ഇഫറന്റ് വെസൽ, റീനൽ ട്യൂബ്യൂളർ, കളക്ടിംഗ് ഡക്ട്, പെൽവിസ്, യൂറിറ്റർ. ഓക്കെ ഓക്കെ. ഇനി എങ്ങനെയാണ് യൂറിൻ ഉണ്ടാകുന്നത്? യൂറിൻ ഉണ്ടാകുന്നത് ഒരു 3 സ്റ്റെപ്പ് വഴിയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ആദ്യത്തെ വഴി എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ. ആദ്യത്തേത് അൾട്രാ ഫിൽട്രേഷൻ. പിന്നെ രണ്ടാമത് എന്താണ്? റീഅബ്സോർപ്ഷൻ. റീഅബ്സോർപ്ഷൻ ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്? സിക്രീഷൻ. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സിക്രീഷൻ. ഈ മൂന്നെണ്ണാണ് യൂറിൻ ഉണ്ടാക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാ ഫിൽട്രേഷൻ എന്താണ്? ഹൈ പ്രഷർ സ്ക്വീസസ് വാട്ടർ. വലിയൊരു അധികം പ്രഷർ വെള്ളത്തിനെ സ്ക്യൂസ് ചെയ്യും. വാട്ടറിനെ മാത്രമല്ല, യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ട്, ഇതിനെല്ലാം സ്ക്യൂസ് ചെയ്യും വലിയൊരു പ്രഷർ ഫ്രം ദ ബ്ലഡ്. ഓക്കെ, ഗ്ലോമറുലസിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രഷർ, ഗ്ലോമറുലസിൽ നിന്നും വരുന്ന ബ്ലഡ്. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഉരുണ്ട സാധനത്തിനാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ആ ഗ്ലോമറുലസിൽ നിന്നും വരുന്ന ബ്ലഡിൽ നിന്നും വരുന്ന വാട്ടർ, യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ടിനെയൊക്കെ എന്ത് ചെയ്യും? വലിയൊരു പ്രഷർ വെച്ചിട്ട് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുപോകും. ബോമാൻസ് ക്യാപ്സ്യൂൾ ഈ കപ്പ് പോലത്തെ സാധനം, ആ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുപോകും.
ഇതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുക. ഈ ഉരുണ്ട സാധനത്തിൽ നിന്ന് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് അൾട്രാ ഫിൽട്രേഷനിൽ നടക്കുന്നത്. ഇനി റീഅബ്സോർപ്ഷൻ എന്താ നടക്കുന്നത്? ദ ഗുഡ് സ്റ്റഫ്, അതായത് നല്ല സംഭവങ്ങൾ, അരിച്ചെടുത്ത നല്ല സംഭവങ്ങൾ എന്ത് ചെയ്യും? എസെൻഷ്യൽ സബ്സ്റ്റൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പിന്നെ കൂടുതലും വെള്ളത്തിന്റെ ഭാഗങ്ങളെല്ലാം തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുപോകും. റീനൽ ട്യൂബ്യൂള് വഴി തിരിച്ച് ബ്ലഡിലേക്ക് ക്യാരി ചെയ്യും. അതാണ് എന്ത്? റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് സിക്രീഷൻ. സിക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസാനം ക്ലീൻ ചെയ്യുന്ന സംഭവം, ദ ഫൈനൽ ക്ലീൻ അപ്പ്. ഇനി ബാക്കി എന്തെങ്കിലും വേസ്റ്റ് ബ്ലഡിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്യൂബ്യൂളിൽ വെച്ചിട്ട് സിക്രീറ്റ് ചെയ്യും. അപ്പൊ ദ ഫൈനൽ ലിക്വിഡ് അങ്ങനെ യൂറിൻ ആയിട്ട് ഉണ്ടാകും. The excess components that are retained in blood are secreted into the renal tubules. Renal tubulesലേക്ക് എന്ത് ചെയ്യും? സിക്രീറ്റ് ചെയ്യും, എക്സസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ വെച്ചിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പും അവസാനിക്കുന്നു. ഇനി പേജ് നമ്പർ 69 എടുക്കാം. 69 എന്താണ്? ഇവിടെ fill in the blanks to trace the path from blood to the outside the body എന്ന് കാണാം. ഓക്കെ, അയോട്ട. അയോട്ട എന്ന് പറയുന്നത് ഹാർട്ടിലത്തെ ഭാഗം. ആ ഹാർട്ടിലത്തെ അയോട്ട വഴി എന്ത് ചെയ്യുന്നു? ബ്ലഡ് എത്തുന്നു. എങ്ങനെയാണ് ബ്ലഡ് എത്തുന്നത്? റീനൽ ആർട്ടറി വഴി. അപ്പോൾ ഇവിടെ എഴുതുക എന്ത്? റീനൽ ആർട്ടറി എന്ന് എഴുതുക. പേജ് നമ്പർ 69 ഈ ബോക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി റീനൽ ആർട്ടറി വഴി എന്ത് സംഭവിക്കുന്നു? ഗ്ലോമറുലസിലേക്ക് എത്തുന്നു. ഗ്ലോമറുലസിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? റീനൽ ട്യൂബ്യൂളിലേക്ക് പോകുന്നു അല്ലെ? റീനൽ ട്യൂബ്യൂളിൽ നിന്ന് യൂറിനിലേക്ക് പോകുന്നു. റീനൽ ട്യൂബ്യൂൾ വഴി യൂറിനിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എന്നിട്ട് യൂറിനിലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? യൂറിനിൽ നിന്ന് യൂറിൻ എവിടെയാവും? കളക്ടിങ് ഡക്റ്റ്. കളക്ടിങ് ഡക്റ്റിൽ എന്ത് ചെയ്യും? യൂറിനെ കളക്ട് ചെയ്യും അല്ലെ? കളക്ടിങ് ഡക്റ്റ് വഴി പെൽവിസിൽ നിന്നും എങ്ങോട്ട് പോകും? യൂറിറ്ററിലേക്ക് പോകും. യൂറിറ്ററിൽ നിന്ന് ബ്ലേഡറിലോട്ട്, യൂറിനറി ബ്ലേഡറിലോട്ട്. എന്നിട്ട് എന്ത് സംഭവിക്കും? പുറത്തേക്ക് പോകും. ആണോ? ഓക്കെ, അപ്പോൾ അയോട്ട വഴി റീനൽ ആർട്ടറിയിൽ നിന്ന് ഗ്ലോമറുലസിൽ നിന്നും ഫിൽട്രേറ്റിൽ നിന്നും റീനൽ ട്യൂബ്യൂൾ, യൂറിൻ, കളക്ടിങ് ഡക്റ്റ്, പെൽവിസ്, യൂറിറ്റർ, ബ്ലേഡർ, പിന്നെ പുറത്തേക്ക് പോകും. ഓക്കെ, ഇനി നിങ്ങളുടെ യൂറിന് കഥ പറയാം. The presence of abnormal components in urine can indicate disease. അപ്പൊ യൂറിനില് അബ്നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന അസുഖമുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അബ്നോർമൽ കമ്പോണന്റ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡയബറ്റീസിനുള്ള സാധ്യതയുണ്ട്. ഇനി ബ്ലഡ് സെൽ അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ യൂറിനിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കിഡ്നി ഡിസീസ് ഉണ്ട്. ഇനി പുസ് സെൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെങ്കിൽ, നമ്മുടെ യൂറിനിൽ പുസ് സെൽസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. ഇനി പറയാത്ത സംഭവങ്ങളായ അൽബുമിൻ ഉണ്ടെങ്കിൽ എന്താണ്? കിഡ്നി ഡിസീസ് ഉണ്ടെന്നാണ് അർത്ഥം. ബ്ലഡ് പറഞ്ഞു, അതും കിഡ്നി ഡിസീസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ബിലിറൂബിൻ ഉണ്ടെങ്കിൽ ജോണ്ടിസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ജോണ്ടിസ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ അടുത്തത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിലോ? കിഡ്നി സ്റ്റോൺ ഉണ്ട്. കിഡ്നി സ്റ്റോൺ എന്നുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ യൂറിനില് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ. പിന്നെ പുസ് സെൽസ് ഞാൻ പറഞ്ഞു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഇതൊന്നും ഓർത്ത് വെക്കുക. പിന്നെ ഇതാണ് ഹോമിയോ ഡയാലിസിസ് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ എന്ത് സംഭവിക്കണെന്ന് വെച്ചാൽ ഒരു മെഷീന് ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനെ കളയാനായിട്ട്
ഒരു മെഷീൻ ആർട്ടിഫിഷ്യൽ കിഡ്നി പോലെ പ്രവർത്തിക്കും. അതാണ് ഹോമിയോ ഡയാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. Blood with a high quantity of waste materials is passed to the dialysis unit after adding heparin to prevent coagulation. ഓക്കെ, ഒരു മെഷീന് വഴി നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് എന്ത് ഹോമിയോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിനെ ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. ഒരു ഹെപ്പാരിൻ ഇതിൽ ആഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ബ്ലഡ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബ്ലഡ് ഈ ഡയാലിസിസ് യൂണിറ്റ്, ഇതാണ് ഡയാലിസിസ് യൂണിറ്റ്, കണ്ടോ? ഈ ഡയാലിസിസ് യൂണിറ്റിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ വേസ്റ്റ്, നമ്മളെ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും? ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും, കളയും. ദ ഫ്ലൂയിഡ് ഈസ് റിമൂവ്ഡ് ഈസ് ഡ്യൂ കോഴ്സ്. ഇവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യണത്. ഓക്കെ, ഇനി ആന്റി ഹെപ്പാരിൻ പിന്നീട് ആ ബ്ലഡിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്തിനാണ്? പ്യൂരിഫൈ ചെയ്ത ബ്ലഡിലേക്ക് ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. എന്നിട്ട് അത് തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലഡ് ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ട്യൂബ്സ് മെയ്ഡപ്പ് ഓഫ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അങ്ങനെ പോകുന്നു. ഡയാലിസിസ് ഫ്ലൂയിഡ് വഴി എന്ത് ചെയ്യണം? ബ്ലഡിലുള്ള വേസ്റ്റ് ഒക്കെ കളയുന്നു. എന്നിട്ട് ഇവിടെ പ്രഷർ മോണിറ്റർ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ആന്റി ഹെപ്പാരിൻ ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യുന്നു, ഈ ഒരു ഇതിൽ വെച്ചിട്ട്. ഇതിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ കിഡ്നി ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് ഒരു മെഷീൻ പ്രവർത്തിക്കും. എന്നിട്ട് നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റിനെ കളയും. അതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, എന്താണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ മെഷീനെ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ ഫെയിലായ കിഡ്നീനെ മാറ്റിയിട്ട് ഒരു ആരോഗ്യമുള്ള കിഡ്നി, ഡോണറിൽ നിന്ന് ഒരു ആരോഗ്യമുള്ള കിഡ്നി നമ്മൾ ഇവിടെ വെക്കും. ഹെൽത്തി പേഴ്സൺ ഓർ എ ഹെൽത്തി പേഴ്സൺ ഹൂ ഡൈഡ് ഇൻ ആക്സിഡന്റ് ഓർ ബൈ അതർ മീൻസ്, അങ്ങനെ ആയിരിക്കും ആ ഡോണറിൽ നിന്ന് കിഡ്നി മേടിക്കുന്നത്. എന്നിട്ട് മാച്ച് ആവുന്ന ബ്ലഡ് ഗ്രൂപ്പ്, ടിഷ്യൂ മാച്ചിങ്, ക്രോസ് മാച്ചിങ്, ഇതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇതെല്ലാം മാച്ച് ആണെങ്കിൽ കിഡ്നി വെക്കാൻ പറ്റും. എന്നിട്ട് എന്താണ്? ബ്ലഡ് വെസൽസ് ആൻഡ് യൂറിറ്റർ ഓഫ് ദ കിഡ്നി ടേക്കൺ ഫ്രം ദ ഡോണർ ഈസ് കണക്റ്റഡ് വിത്ത് ദ റെസിപ്പിയന്റ്. അപ്പോൾ ബ്ലഡ് വെസലും യൂറിറ്ററും, കിഡ്നിയുടെ ബ്ലഡ് വെസലും യൂറിറ്ററും ഡോണറിൽ നിന്ന് എടുത്തിട്ട് ശേഖരിക്കുന്ന ആളുടെ കയ്യിൽ വെക്കും. എന്നിട്ട് പോസ്റ്റ് സർജറി ആണ്. മെഡിസിൻ വിച്ച് സപ്രസ് ഇമ്മ്യൂണിറ്റി ആർ ടു ബി യൂസ്ഡ്. ഫോളോ അപ്പ് എക്സാമിനേഷൻ നീഡ് ടു ബി ഡൺ. ഇത് വെച്ചതിന് ശേഷം ഒന്ന് എന്താ പറയാ, ഫോളോ അപ്പ് ആയിട്ടുള്ള കുറച്ച് എക്സാമിനേഷൻ ഒക്കെ ഇത് കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ മെഡിസിൻസ് എല്ലാം ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കാം. ഈ ഒരു ടേബിൾ എത്രാമത്താണ്? 73ാമത്തെ പേജിലുള്ള ഒരു ടേബിൾ. ഇവിടെ അമീബയുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്? അമോണിയ ആണ്. അമീബയിൽ അമോണിയ ആണ് ഉണ്ടാവുക. ആ അമോണിയനെ ഏത് വഴിയാണ് കളയുക? കോൺട്രാക്ടൈൽ വാക്യൂൾ വഴി കളയും. കോൺട്രാക്ടൈൽ വാക്യൂൾ. എർത്ത് തമ്മിൽ എന്തൊക്കെ ഉണ്ടാവുക? യൂറിയ ഉണ്ടാവും, അമോണിയ ഉണ്ടാവും. യൂറിയ, അമോണിയ എന്ത് വഴി കളയുക? നെഫ്രീഡിയ വഴിയാണ്. ഇതെല്ലാം എഴുതിയിട്ട് ഇൻസെക്ട്സില് എന്തുണ്ടാവുക? യൂറിക് ആസിഡ് ആണ് ഉണ്ടാവുക. യൂറിക് ആസിഡ് എന്ത് വഴി കളയും? മെൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി ഓർഗനിൽ വെച്ച് കളയും. മെൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഫിഷിൽ എന്താണ് ഉണ്ടാവുക? അമോണിയ. ഫിഷിൽ അമോണിയ ഉണ്ടാകുന്നു. എന്നിട്ട് എന്ത് വഴി കളയും? എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? ഗിൽസ്. ഇനി ഫ്രോഗിൽ എങ്ങനെയാണ്? ഫ്രോഗിൽ ഉണ്ടാകുന്നത് യൂറിയയാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അത് എന്ത് വഴി കളയുന്നു? കിഡ്നി വഴി കളയും. ഈ റെപ്റ്റൈൽസിൽ ഉണ്ടാകും യൂറിക് ആസിഡ് ഉണ്ടാവും. യൂറിക് ആസിഡ് എന്ത് വഴി കളയും? കിഡ്നി വഴി കളയും. ബേർഡ്സിൽ എന്തുണ്ടാവുക? യൂറിക് ആസിഡ് ആണ് എന്ത് വഴി കളയും? കിഡ്നി വഴി
മനസ്സിലാവോ? ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കാവോ? ഓക്കെ, ഇനി പ്ലാന്റ്സിൽ എങ്ങനെയാണ് കളയുക? പ്ലാന്റ്സിൽ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ലെന്റിസെൽ വഴിയാണ് ഇത് കളയുക. ഈ പറയുന്ന ഓക്സിജൻ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് വലിക്കും അല്ലേ? എന്നിട്ട് പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്സിജൻ ഏത് വഴിയാണ് വിടുന്നത്? സ്റ്റൊമാറ്റ വഴി. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ട്. പിന്നെ വാട്ടർ വേപ്പർ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പുല്ലിന്റെ മുകളിലെല്ലാം ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇരിക്കണത് കാണാം അല്ലെ? വാട്ടർ വേപ്പർ. അപ്പൊ അതെല്ലാം എന്ത് വഴിയാണ്? സ്റ്റൊമാറ്റ, ലെന്റിസെൽസ്. ഈ രണ്ട് വഴിയാണ് പ്ലാന്റ്സിൽ വിടുന്നത് എക്സ്ക്രീറ്ററി ഭാഗങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാന്റ്സ് കളയുന്നത്. ഇനി വേറെ വഴി വാട്ടർ, സാൾട്ട്, ഇതൊക്കെ എന്ത് വഴിയാണ് കളയുക? ഹൈഡത്തോട് വഴി. ഈ ലീഫിന്റെ ടിപ്പിങ്ങിൽ കണ്ടിങ്ങനെ വെള്ളത്തുള്ളികൾ, ഇതാണ് ഹൈഡത്തോടുകൾ. ഈ ഹൈഡത്തോട് വഴിയാണ് എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ, സാൾട്ട്സിനെല്ലാം കളയുക. പിന്നെ സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ള റേസിൻസ്, ബാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ട്രീന്റെ പുറന്തോടാണ് ബാർക്ക്. പിന്നെ ഡ്രോപ്പിംഗ് ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഫോർമേഷൻ ഓഫ് ഹാർഡ്വുഡ്. ഹാർഡ്വുഡ് എന്ന് പറയുമ്പോൾ പഴയ ഒരു മരത്തിന്റെ ഉള്ളിലത്തെ പഴയ എന്താണ് സൈലം വെസൽസ് നടിഞ്ഞു കൂടിയിട്ട് ഇവിടെ ശേഖരിച്ച് വെക്കും. ഇതാണ് ഹാർഡ്വുഡ് എന്ന് പറയുന്നത്, ഈ നടുഭാഗത്ത്. അപ്പോൾ ഈ വഴിയാണ് ഈ പ്ലാന്റ്സിൽ ഈ സംഭവങ്ങളെല്ലാം കളയുന്നത്. നമ്മുടെ ലാസ്റ്റ് പാർട്ടായി, ഇതും കൂടി കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബാലൻസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് എ കോൺസ്റ്റന്റ് സ്റ്റേബിൾ ഇന്റേണൽ എൻവയറൺമെന്റ്. അതായത് ഒരു ബാലൻസ് സൃഷ്ടിക്കുക, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയറൺമെന്റ് സൃഷ്ടിക്കുക. അതായത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, pH ആയിക്കോട്ടെ, വാട്ടർ ലെവൽസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പുറത്ത് എന്ത് സംഭവിച്ചാലും ഉള്ളില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയറൺമെന്റ് സൃഷ്ടിക്കുക. അത് ജീവിതത്തിന് ആവശ്യമാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ലിവർ എന്ത് ചെയ്യും? ഇവിടെ റെഗുലേറ്റ്സ് മെറ്റബോളിസം, ടോക്സിൻസ് എല്ലാം ന്യൂട്രലൈസ് ചെയ്യും. കിഡ്നി എന്ത് ചെയ്യും? സാൾട്ട് വാട്ടർ ബാലൻസ് ചെയ്യും, ബ്ലഡിന്റെ പ്രഷർ എല്ലാം ബാലൻസ് ചെയ്യും, pH റെഗുലേറ്റ് ചെയ്യും, വേസ്റ്റ് എല്ലാം പുറന്തള്ളും, ഇതെല്ലാം കിഡ്നി ചെയ്യും. ഇനി ലങ്സ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും, ഓക്സിജന്റെ അളവ് റെഗുലേറ്റ് ചെയ്യും, pHന്റെ അളവ് റെഗുലേറ്റ് ചെയ്യും. സ്കിൻ എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും അല്ലെ? ചൂട് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വയർക്കും. ഇതിനെ വയർക്കുന്നത് തണുക്കാൻ വേണ്ടി, ശരീരം തണുക്കാൻ വേണ്ടി. അപ്പോ ഉപ്പ്, വെള്ളം എല്ലാം സ്കിന്നിന് വഴി പുറത്തേക്ക് വിടും. ഇനി ബ്ലഡ് എന്താ ചെയ്യാം? റെഗുലേറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ കണ്ടീഷൻ ഫോർ ദ ഫങ്ഷനിങ് ഓഫ് എൻസൈംസ് ഇൻ ദ സെൽ. സെല്ലിലുള്ള എൻസൈംസ് നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് പ്രവർത്തിക്കും. ഇനി ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ഈ ഉള്ളിലുള്ള ഇന്റേണൽ എൻവയറൺമെന്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയറൺമെന്റ് സൃഷ്ടിക്കുന്നതിന് തടസ്സമാകുന്നത് ആരാണ്? അവർ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സുകളാണ് ഇതിനെല്ലാം തടസ്സം വരുത്തുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയറൺമെന്റിന് തടസ്സം വരുത്തുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ്. റോങ് ഫുഡ് ഹാബിറ്റ്സ്, തെറ്റായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സുകള്, എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക, മെന്റൽ സ്ട്രെസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഹോമിയോസ്റ്റാസിസ് ബാലൻസ് നഷ്ടപ്പെടുത്തും. സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതെല്ലാം തടസ്സം സൃഷ്ടിക്കും. പിന്നെ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, ഹൈജീൻ ഒന്നും ഇല്ലെങ്കിൽ, ഇതെല്ലാം നമ്മുടെ ഹോമിയോസ്റ്റാസിസിനെ വളരെയധികം, നമ്മുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയറൺമെന്റിനെ വളരെയധികം തടസ്സം സൃഷ്ടിക്കും. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചതെന്നൊന്ന് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്താലോ? എക്സ്ക്രീഷൻ. എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ? റിമൂവ്സ് ഹാർംഫുൾ മെറ്റബോളിക് വേസ്റ്റ് ഫ്രം ദ ബോഡി. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്നതാണ് മെറ്റബോളിസം. അപ്പൊ എനർജി ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ വേറെ കുറെ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം കളയുന്നതിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇനി ലിവറില് ഇതേപോലെ മെറ്റബോളിസം നടക്കുമ്പോൾ അമോണിയ ഉണ്ടാവും. ആ അമോണിയനെ കളയുന്നത് എന്ത് വഴിയാണ്? ലിവർ ആണ്. അപ്പൊ ലിവർ എന്ത് ചെയ്യും? അമോണിയനെ യൂറിയ ആക്കിയിട്ട് മാറ്റും. ഇനി കിഡ്നി എന്ത് ചെയ്യും?
കിഡ്നിയാണ് ഈ യൂറിയൻ എടുത്ത് കളയുന്നത് അല്ലെ. കിഡ്നീസ് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ. പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നി. ഇതിലെ കുറെ അധികം ഫിൽട്ടറിങ് യൂണിറ്റ് ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? നെഫ്രോൺസ് എന്ന് വിളിക്കുക. ഇനി യൂറിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 3 സ്റ്റെപ്പിലാണ് ഉണ്ടാവുന്നത്. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, പിന്നെ സിക്രീഷൻ. ഈ 3 രീതി. ഇനി ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് വൈറ്റൽ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ സ്റ്റേബിൾ ഇന്റേണൽ ബോഡി എൻവയറൺമെന്റ് അല്ലെ. ഉള്ളിലത്തെ ശരീരത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു എൻവയറൺമെന്റ് സൃഷ്ടിക്കുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. ഇനി നമ്മുടെ ഹെൽത്ത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബോത്ത് അവർ ഇന്റേണൽ ബാലൻസ് ആൻഡ് ക്ലീൻ എക്സ്റ്റേണൽ എൻവയറൺമെന്റ്. അവർ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് അവർ ഇന്റേണൽ ബാലൻസ് ആൻഡ് ക്ലീൻ എക്സ്റ്റേണൽ എൻവയറൺമെന്റ്. പുറമേ അന്തരീക്ഷം വൃത്തിയായിരിക്കും വേണം, ഉള്ളിലത്തെ ബാലൻസ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ 2 ഘടകം, ഉള്ളിലും പുറമേയും. ഇനി എവിടെയാണ് വേർ ഈസ് ദ ബോഡി ഓഫ് ടോക്സിക് അമോണിയ കൺവേർട്ടഡ് ടു യൂറിയ? ശരീരത്തിൽ എവിടെ വെച്ചാണ് അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്നത്? കിഡ്നിയിലാണോ? അല്ല, ലിവറിൽ വെച്ചാണ് അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്നത് അല്ലെ, ലിവർ. വാട്ട് ആർ ദ മൈക്രോസ്കോപ്പിക് ഫിൽട്ടറിംഗ് യൂണിറ്റ് ഓഫ് കിഡ്നി കോൾഡ്? കിഡ്നിയിലുള്ള മൈക്രോസ്കോപ്പിക് ഫിൽട്ടറിംഗ് എന്താണ്? നെഫ്രോൺസ് അല്ലെ, നെഫ്രോൺസ് ആണ്. Which step of urine formation involves returning useful substances like glucose back to the blood? ബ്ലഡിലേക്ക് തിരിച്ച് ആവശ്യമുള്ള സാധനങ്ങളെ തിരിച്ച് കൊണ്ടുവരുന്നതിന് എന്താ പറയാ? യൂറിൻ ഉണ്ടാവുന്നതിന് ഭാഗമായിട്ട് 3 സ്റ്റെപ്പ് പഠിച്ചില്ലേ? അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, അങ്ങനെ. ഇതിൽ വെച്ചാണ് യൂറിൻ ഉണ്ടാവുന്നതിൽ നിന്ന് തിരിച്ചെടുക്കുന്നത്? ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ വഴി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരം വളരെ ഒരു അത്ഭുത മെഷീനാണ്, സെൽഫ് ക്ലീനിങ് മെഷീനാണ്. നമ്മുടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകുവാനായിട്ട് സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇത്. യുവർ കിഡ്നീസ് ഫിൽറ്റർ ഓൾ ദ ബ്ലഡ് ഇൻ യുവർ ബോഡി അബൌട്ട് 400 times every single day. ഓരോ ദിവസവും 400 പ്രാവശ്യം നമ്മുടെ കിഡ്നി നമ്മുടെ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. ഓക്കെ.